അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൂനെയും കൂട്ടിയിട്ട് പുന്നത്തൂർ കോട്ടയിലൊന്ന് പോയാലോ എന്ന് തോന്നിയത്. മഴയൊന്നും നോക്കിയില്ല കേട്ടോ, നേരെ അങ്ങോട്ട് വിട്ടു. ഈ മഴയത്ത് ആനക്കോട്ടയിൽ പോകാൻ നല്ല ഭ്രാന്താന്ന് രാമേട്ടൻ പറഞ്ഞു കേട്ടോ. സംഭവം സത്യമാണ് കേട്ടോ, നമ്മുടെ ആനക്കൂട്ടന്മാരോടുള്ള നമ്മുടെ സ്നേഹം ഒരുതരം ഭ്രാന്ത് തന്നെയല്ലേ. അങ്ങനെ ടിക്കറ്റ് എടുത്തു, അകത്ത് കടന്നു. ഒരു വല്ലാത്ത സന്തോഷവും ആവേശമായിരുന്നു കേട്ടോ. പിന്നെ മഴ പോലും നോക്കാണ്ട് ഒറ്റ പോക്കായിരുന്നു. എത്രമാത്രം സുന്ദരന്മാരാണ് നമ്മുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടിരിക്കണത്. ഒരു ദിവസമല്ല കേട്ടോ, എത്ര ദിവസം ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാലും ഈ കാഴ്ച മടുക്കില്ല കേട്ടോ. അവിടെ നമുക്ക് അറിയണ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. രമേശ് ഏട്ടൻ, സുഭാഷ് ഏട്ടൻ, രാജീവ് ഏട്ടൻ. അവർ നമുക്ക് ഓരോ ഗജവീരന്മാരുടെ കാര്യങ്ങളും പറഞ്ഞു തന്നു കേട്ടോ. ഓരോരുത്തരുടെ പേരുകളും അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം അവർ നമുക്ക് നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. നമ്മുടെ രവികൃഷ്ണനെയും നന്ദപ്പനെയും വിനായകനെയും ബൽറാമിനെയും ചെന്താമരാക്ഷനെയും ഒക്കെ നമുക്ക് അവരെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അവർ മാത്രമല്ല കേട്ടോ, സുന്ദരന്മാർ മാത്രമല്ല, കുറേ സുന്ദരിമാരും അവിടെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് അവിടെ സുഖചികിത്സ